എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാർ ഫ്രൂട്ട് എന്ന പഴത്തെക്കുറിച്ചാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്നതിലുപരി ചതുരപ്പുളി, ആനപ്പുളിഞ്ചി, നക്ഷത്രപ്പുളിഞ്ചി, വാളൻ പുളിഞ്ചി എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നല്ല പുളിയും അതോടൊപ്പം പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ളൊരു പഴമാണിത്. കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ പടർന്ന് പന്തലിച്ച് കുടപോലെയാകുന്നൊരു മരം, ഒത്തിരി ബ്രാഞ്ചസോടുകൂടെ വളരെ വലുതായിട്ട് വളരുന്നൊരു മരം. കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഓരോ പഴവും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്റ്റാർ പോലുള്ള പീസസ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് ആ പഴത്തിന് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്നും അറിയപ്പെടുക. പഴുക്കുന്നതിന് മുമ്പുള്ള പച്ചക്കായ ശരിക്കും നമ്മുടെ പുളിച്ചിക്ക കണക്ക് നല്ല ചവർപ്പുള്ളതും അല്ലെങ്കിൽ നല്ല പുളിയുള്ളതും, എന്നാൽ പഴുത്ത് കഴിയുന്ന നക്ഷത്ര പഴം അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് നല്ല മധുരമുള്ളതും കൂടെയാണ്. നല്ല പഴുത്ത പഴം മഞ്ഞ നിറത്തിലായതിനു ശേഷം താനെ കൊഴിഞ്ഞു വീഴുന്നു. അതിനകത്തുണ്ടാകുന്ന വിത്ത് മുളച്ചാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാകുക. ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസിസ്റ്റൻസ് പവറിനും അണുബാധ തടയുന്നതിനും തിളക്കമാർന്ന ചർമ്മത്തിനും വളരെ ഉപയുക്തമായൊരു പഴമാണ് സ്റ്റാർ ഫ്രൂട്ട്. അതോടൊപ്പം ഈ സ്റ്റാർ ഫ്രൂട്ടിലെ കലോറി വളരെ കുറവായതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ പഴത്തിൻ്റെ വൈറ്റമിൻസ് കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൊളാജൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് ഈ പഴം. പോളിഫെനോൾഡ്, ഫ്ലവനോയിഡുകൾ എന്നിങ്ങനെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ പഴമാണിത്. ഇത് നല്ലൊരു പഴുത്ത പഴമാണ്, നല്ല മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. അതിനകത്ത് തന്നെ വിത്തുകൾ, ഓരോ സ്റ്റാർ ഫ്രൂട്ടിനകത്തും ധാരാളം വിത്തുകളുണ്ട്. ആ വിത്ത് കാണാം നമുക്ക്. ആ വിത്ത് മുളച്ചാണ് ചെടികളുണ്ടാകുക. കറുത്ത് കാണുന്നതാണ് വിത്ത്. അതിനകത്ത് ഒരു വിത്തേ ഉള്ളൂ. ഈ പഴത്തിനകത്ത് ആകെ ഒരു വിത്തേ ഉള്ളൂ. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള പഴമായതുകൊണ്ട് തന്നെ ഇത് ദഹന പ്രക്രിയയെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തുന്നു, മലബന്ധം സുഗമമാക്കുന്നു. പൊട്ടാഷ്യം ധാരാളം ഉള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. പിന്നെ പ്രമേഹക്കാർക്ക് ദിവസേനയല്ല, ആഴ്ചയിൽ 1-2 പഴം, നല്ല പഴുത്ത പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. എന്നാൽ കിഡ്നി ട്രബിൾ ഉള്ളവർക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലാതെ ഈ പഴം അങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നതൊന്നും ശരിയല്ല. ഈ പഴത്തിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമുക്ക് പെട്ടെന്ന് എനർജി നൽകുന്നു. കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവാണ്. ശരീരഭാരം കുറയ്ക്കാൻ വളരെ അത്യുത്തമമാണ് ഈ പഴം. പിന്നെ BP കുറവായിട്ടുള്ളവർ ഈ പഴം ഉപ്പും കൂടി ചേർത്താണ് കഴിക്കുക. ചതുരപ്പുളി എന്നും ഈ പഴത്തിന് മറ്റൊരു പേരുണ്ട്. തന്നിരിക്കുന്ന ഒരു ചെറിയ തൈയാണ്, കറിവേപ്പിൻ്റെ തൈ പോലെയാണ് കാണപ്പെടുക. കാണിക്കുന്നത് ഒരു ചെറിയ തൈയാണ്, നക്ഷത്ര ഫ്രൂട്ടിൻ്റെ ചെറു തൈയാണ്. എൻ്റെ ഇലകൾ നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ. എന്നാൽ ഈ ഇല കായ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇലകൾക്കകത്ത് തന്നെ നമുക്ക് സംശയം തോന്നത്തക്ക തരത്തിൽ പഴുത്ത ഇലയും, കായാണെന്ന് സംശയിക്കത്തക്ക തരത്തിൽ പഴുത്ത ഇലയും പച്ച ഇലയും കൂടെ ചേർന്നാണ് കാണപ്പെടുക. ഈ പഴം കൊണ്ട് നമുക്ക് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർ പോലെ കാണപ്പെടുന്ന ഈ പഴം നമുക്ക് ഉപ്പിലിട്ട് ഉണക്കി വേനൽക്കാലത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാലും മഴക്കാലത്ത് ഉപയോഗിക്കാം. ജ്യൂസായിട്ട് ഉപയോഗിക്കാം. അതിൽ കസ്കസ്, ഐസ്, ലേശം പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. അമ്പഴങ്ങ ടേസ്റ്റാണ്. അമ്പഴങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിക്കിളായിട്ടും ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ പഴത്തിൻ്റെ ഗുണം മനസ്സിലാക്കുക. താങ്ക് യു.